6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. നീ പോടാ മോനെ ദിനേശ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നരസിംഹം എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നരസിംഹം എന്ന സിനിമയെക്കുറിച്ചുള്ള ഈ അവലോകനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതായത് സിനിമയെക്കുറിച്ചുള്ള ആരും അറിയാത്ത അന്നത്തെ പിന്നാമ്പുറ കഥകൾ, സിനിമയുടെ അന്നത്തെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിശേഷങ്ങൾ, ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഗോസിപ്പ്, സിനിമ ഹിറ്റോ അതോ ഫ്ലോപ്പോ, സിനിമയുടെ അന്നത്തെ നിർമ്മാണ ചെലവ്, സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇതിൽ അഭിനയിച്ച കഥാപാത്രങ്ങൾക്ക് എന്തെങ്കിലും പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്, ഈ സിനിമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അത്, സിനിമയിലെ ഹിറ്റ് പാട്ടുകൾ, അങ്ങനെ ഈ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സിനിമാ അവലോകനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. മലയാള സിനിമയുടെ വാണിജ്യ സമവാക്യങ്ങളെയും ബോക്സ് ഓഫീസ് ചരിത്രത്തെയും അടിമുടി തിരുത്തിക്കുറിച്ചുകൊണ്ട് 2000 ജനുവരി 26-ന് രാജ്യത്തിന്റെ 50ാം റിപ്പബ്ലിക് ദിനത്തിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് നരസിംഹം. പ്രശസ്ത സംവിധായകൻ ഷാജി കൈലാസിന്റെ സംവിധാനത്തിലും പ്രഗത്ഭ തിരക്കഥാകൃത്ത് രഞ്ജിത്തിന്റെ രചനയിലും പിറന്ന ഈ മാസ് ആക്ഷൻ ഡ്രാമാ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 26 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. സൂപ്പർ താരം മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ വാണിജ്യ വിജയങ്ങളിലൊന്നായ ഈ ചിത്രം മലയാളത്തിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ ആശീർവാദ് സിനിമാസിന്റെ ആദ്യ നിർമ്മാണ സംരംഭമായിരുന്നു. മോഹൻലാലിന്റെ മുൻ ഡ്രൈവറായിരുന്ന ആന്റണി പെരുമ്പാവൂർ സ്വതന്ത്ര നിർമ്മാതാവായി ചലച്ചിത്ര രംഗത്തേക്ക് ഔദ്യോഗികമായി കടന്നുവരുന്നതും ഈ ചിത്രത്തിലൂടെയാണ്. നരസിംഹത്തിന്റെ കഥാപ്രമേഹം പ്രധാനമായും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെയും ശത്രുതയുടെയും പശ്ചാത്തലത്തിലാണ് വികസിക്കുന്നത്. പൂവള്ളി ഇന്ദുചൂടൻ എന്ന മിടുക്കനായ യുവാവ് സിവിൽ സർവീസ് പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയെങ്കിലും തന്റെ അച്ഛൻ ജസ്റ്റിസ് മാരഞ്ചേരി കരുണാകരൻ മേനോനോടുള്ള വൈരാഗ്യം തീർക്കാൻ ശത്രുവായ മണപ്പള്ളി മാധവൻ നമ്പ്യാരും ഡിവൈഎസ്പി ശങ്കരനാരായണനും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയിൽപ്പെട്ട് ചെയ്യാത്ത കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്നു. ഇന്ദുചൂടന്റെ അച്ഛൻ നാട്ടിലെ കർക്കശക്കാരനും നീതിമാനുമായ ജഡ്ജിയാണെങ്കിലും തന്റെ തത്വദീക്ഷ കാരണം മകനെ ജയിൽ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. ഇതിനാൽ ഇന്ദുചൂടന് ലഭിക്കേണ്ടിയിരുന്ന IAS പദവി ശത്രുവിന്റെ ഇളയ മകനായ സുധീരൻ കരസ്ഥമാക്കുന്നു. 6 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം പുറത്തിറങ്ങുന്ന ഇന്ദുചൂടൻ നാട്ടിലേക്ക് മടങ്ങിയെത്തുകയും ശത്രുവായ മണപ്പള്ളി പവിത്രനുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഇതിനിടയിൽ അച്ഛന് മറ്റൊരു സ്ത്രീയിലുണ്ടായ മകളായ ഇന്ദുലേഖയെ സഹോദരിയായി അംഗീകരിച്ച് സംരക്ഷിക്കാൻ ഇന്ദുചൂടൻ തയ്യാറാകുന്നു. എന്നാൽ പവിത്രൻ ഇന്ദുലേഖയെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ആ കുറ്റം ജസ്റ്റിസ് മേനോന്റെ മേൽ ചുമത്തുകയും ചെയ്യുന്നു. സുപ്രീം കോടതി അഭിഭാഷകനും ഇന്ദുചൂടന്റെ ഉറ്റ സുഹൃത്തുമായ അഡ്വക്കേറ്റ് നന്ദഗോപാൽ മാരാരുടെ സഹായത്തോടെ കോടതിയിൽ ജസ്റ്റിസ് മേനോന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നായകന് സാധിക്കുന്നു. കുറ്റവിമുക്തനായ ശേഷം അച്ഛൻ മരണപ്പെടുകയും തുടർന്ന് ഇന്ദുചൂടൻ ശത്രുക്കളോട് പൂർണ്ണമായി പ്രതികാരം ചെയ്യുകയും പ്രണയിനിയായ അനുരാധയെ ജീവിത പങ്കാളിയാക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. നരസിംഹത്തിലെ ഓരോ കഥാപാത്രങ്ങളും വളരെ ശക്തമായ അഭിനയ സാധ്യതകളുള്ളവയായിരുന്നു. നായകൻ ഇന്ദുചൂടനായി മോഹൻലാൽ തകർത്തഭിനയിച്ചപ്പോൾ അദ്ദേഹത്തോടെതിർത്തു നിൽക്കുന്ന കർക്കശക്കാരനായ അച്ഛനായി തിലകൻ അവിസ്മരണീയ പ്രകടനം കാഴ്ചവെച്ചു. അതിഥി താരമായി എത്തിയ മമ്മൂട്ടിയുടെ അഡ്വക്കേറ്റ് നന്ദഗോപാൽ മാരാർ എന്ന കഥാപാത്രം വലിയ ഹരം തന്നെയാണ് തിയേറ്ററുകളിൽ സൃഷ്ടിച്ചത്. പോയാ ചെറ്റയോട് പറഞ്ഞേക്ക്, മാരാരി കേസിൽ അപ്പീർ ചെയ്യുകയും ചെയ്യും, മേനോൻ സാറിന് പുല്ലുപോലെ ഇറക്കിക്കൊണ്ട് വരികയും ചെയ്യുമെന്ന്. എന്നെ വിളിച്ചത് ഇന്ദുചൂടനാ. അവൻ ജയിക്കുന്നത് വരെ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകുകയും ചെയ്യും. അത് കാണാൻ തന്നെ ഞാൻ വന്നത്. സാറന്മാർക്ക് ഞാൻ പറഞ്ഞത് മുഴുവൻ മനസ്സിലായെങ്കിൽ എഴുന്നേറ്റ ആസനത്തിലെ പൊടിയും തട്ടി നേരെ കിഴക്കോട്ട് വെച്ച് പിടിച്ചോ, എണിച്ചു പോടാം. നരസിംഹം മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായ ഒരു ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു. വെറും 1.1 കോടി മുതൽ 2 കോടി രൂപ വരെ മാത്രം നിർമ്മാണ ചെലവുണ്ടായിരുന്ന ഈ ചിത്രം തിയേറ്ററുകളിൽ നിന്ന് അക്കാലത്ത് 22 കോടി രൂപയോളം വാരിക്കൂട്ടി. ഈ ചിത്രം 200 ദിവസത്തിലധികം തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശിപ്പിച്ചു. അക്കാലത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ റെക്കോർഡ് ഈ ചിത്രം സ്വന്തമാക്കുകയും 5 വർഷത്തോളം ആ പദവി നിലനിർത്തുകയും ചെയ്തു. ചിത്രീകരണ വിശേഷങ്ങളും പ്രധാന ലൊക്കേഷനുകളും. ചിത്രത്തിന്റെ പശ്ചാത്തലവും ദൃശ്യഭംഗിയും അതിന്റെ ഗ്രാമീണ സ്വഭാവത്തെയും തറവാട് സംസ്കാരത്തെയും എടുത്തുകാണിക്കുന്നതായിരുന്നു. സിനിമയുടെ ഭൂരിഭാഗം രംഗങ്ങളും ചിത്രീകരിച്ചത് പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലാണ്.
ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒറ്റപ്പാലത്തിനടുത്തുള്ള മനിശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന വരിക്കാശ്ശേരി മനയാണ്. 4 ഏക്കറോളം വരുന്ന പ്ലോട്ടിൽ പരമ്പരാഗത കേരള വാസ്തുവിദ്യാശൈലിയിൽ പണിതുയർത്തിയ ഈ നമ്പൂതിരി മനയിലാണ് ഇന്ദുചൂടന്റെ കുടുംബ വീടായ മേലേപ്പുര തറവാട് ചിത്രീകരിച്ചത്. തീർത്ഥം എന്ന ചിത്രത്തിലൂടെയാണ് വരിക്കാശ്ശേരി മനയിൽ സിനിമാ ചിത്രീകരണം ആരംഭിച്ചെങ്കിലും മോഹൻലാലിന്റെ തന്നെ ദേവാസുരം എന്ന ചിത്രമാണ് ഇതിനെ ജനകീയമാക്കിയത്. എന്നാൽ നരസിംഹം എന്ന ചിത്രത്തിലെ അതിപ്രശസ്തമായ പഴനിമല മുരുകന് എന്ന മാസ് ഡാൻസ് ഗാനരംഗം ഈ മനയുടെ നടുമുറ്റത്തും പരിസരത്തുമായി പകർത്തിയതോടെയാണ് ഈ ലൊക്കേഷൻ ചലച്ചിത്ര പ്രവർത്തകരുടെ അവിഭാജ്യ ഘടകമായി മാറിയത്. ഇതുകൂടാതെ ഷൊർണൂരിനടുത്തുള്ള കവളപ്പാറ ആര്യങ്കാവ് ദേവീക്ഷേത്രത്തിന്റെ പരിസരമാണ് വില്ലന്മാരുമായുള്ള ഉത്സവ പശ്ചാത്തലത്തിലുള്ള ഏറ്റുമുട്ടലുകൾക്കും സംഘട്ടനങ്ങൾക്കും വേദിയായത്. ഗ്രാമീണ തനിമയും നെൽപ്പാടങ്ങളും നിറഞ്ഞ വെള്ളിനേഴി ഗ്രാമവും ഇതിന്റെ പശ്ചാത്തല ഭംഗിക്ക് കൂടുതൽ ആഴം നൽകി. നരസിംഹം എന്ന ചിത്രത്തിനു പിന്നിൽ നിരവധി കൗതുകകരമായ കഥകളും റിലീസിന് ശേഷം ചലച്ചിത്ര സാമൂഹിക മേഖലകളിലുണ്ടായ വലിയ ചലനങ്ങളും അടങ്ങിയിരിക്കുന്നു. സിനിമയുടെ അടിസ്ഥാന മാസ് ഫോർമുല രൂപപ്പെട്ടതിനു പിന്നിൽ തമിഴ് സിനിമയുടെ വലിയൊരു സ്വാധീനമുണ്ട്. രചയിതാവ് രഞ്ജിത്ത് സിനിമയുടെ തിരക്കഥ പൂർത്തിയാക്കുന്ന ഘട്ടത്തിലാണ് സംവിധായകൻ ഷാജി കൈലാസ് തിയേറ്ററിൽ പോയി രജനീകാന്ത് അഭിനയിച്ച പടയപ്പ കാണുന്നത്. തിയേറ്ററുകളിൽ കുടുംബ പ്രേക്ഷകരും യുവാക്കളും ഒരുപോലെ ആവേശഭരിതരാകുന്നത് കണ്ട ഷാജി കൈലാസ് ഇതേ ഉത്സാഹവും ആവേശവും നിറഞ്ഞ ഒരു ചിത്രം മോഹൻലാലിനെ വെച്ച് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ആ രീതിയിൽ തിരക്കഥയിൽ മാറ്റം വരുത്താൻ രഞ്ജിത്തിനോട് ആവശ്യപ്പെടുകയുമായിരുന്നു. ഈ ചിത്രം മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തിലും നിർണായകമായി മാറി. ലാലിന്റെ മുൻ ഡ്രൈവറായിരുന്ന ആന്റണി പെരുമ്പാവൂർ നിർമ്മാണ രംഗത്തേക്ക് കടന്നുവരുന്നത് ഈ ചിത്രത്തിലൂടെയാണ്. സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയായ പ്രണവം ആർട്സ് ഇന്റർനാഷണൽ മാറ്റിവെച്ച് ആന്റണിയെ തന്റെ സ്ഥിരം പങ്കാളിയാക്കാൻ മോഹൻലാലിനെ പ്രേരിപ്പിച്ചത് ഈ ചിത്രത്തിന്റെ അഭൂതപൂർവമായ ബോക്സ് ഓഫീസ് വിജയമാണ്. ചിത്രീകരണ വേളയിൽ കഥാപാത്രത്തിന്റെ പൗരുഷം പ്രകടിപ്പിക്കാൻ ഇന്ദുചൂടൻ ഉപയോഗിച്ച ചുവന്ന മഹീന്ദ്ര ജീപ്പ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സിനിമയിൽ നായികയായ അനുരാധയുമായുള്ള നായകന്റെ ആദ്യ കൂടിക്കാഴ്ച പോലും ഈ ജീപ്പും അനുരാധയുടെ പങ്ചറായ മഞ്ഞ മാരുതി സെൻ കാറും തമ്മിലുള്ള പശ്ചാത്തലത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അഭിനയ ജീവിതത്തിൽ വലിയ നാഴികക്കല്ലുകൾ പിന്നിട്ട ജഗതി ശ്രീകുമാറിന്റെ 1000ാമത്തെ സിനിമയായിരുന്നു നരസിംഹം എന്നത് ചലച്ചിത്ര ചരിത്രത്തിൽ ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ മമ്മൂട്ടി അവതരിപ്പിച്ച അഡ്വക്കേറ്റ് നന്ദഗോപാൽ മാരാർ എന്ന ക്യാമിയോ കഥാപാത്രം മലയാള സിനിമയിലെ ഏറ്റവും മികച്ച അതിഥിവേഷങ്ങളിലൊന്നായി ഇന്നും നിലനിൽക്കുന്നു. സുപ്രീം കോടതി വക്കീലായ മാരാരുടെ കോടതിയിലെ തകർപ്പൻ ഡയലോഗുകൾ കണ്ട് പ്രചോദിതയായിട്ടാണ് താൻ പിന്നീട് LLB എടുത്തത് എന്ന് പ്രശസ്ത നടി ശാന്തി മായാദേവി വെളിപ്പെടുത്തിയത് ഈ കഥാപാത്രം സമൂഹത്തിലുണ്ടാക്കിയ സ്വാധീനത്തിന്റെ തെളിവാണ്. ഈ അതിഥിവേഷവുമായി ബന്ധപ്പെട്ട് സിനിമാ മംഗളങ്ങളിൽ ഉയർന്നുകേട്ട മറ്റൊരു ഗോസിപ്പാണ് പകരത്തിനു പകരമുള്ള കഥാപാത്ര കൈമാറ്റം. മമ്മൂട്ടി നരസിംഹത്തിൽ അഭിനയിച്ചതിനു പകരമായി മോഹൻലാൽ മമ്മൂട്ടിയുടെ വല്യേട്ടൻ എന്ന ചിത്രത്തിൽ ഒരു കാമിയോ റോൾ ചെയ്യാൻ നിശ്ചയിച്ചിരുന്നെങ്കിലും പിന്നീടത് ഒഴിവാക്കപ്പെടുകയാണുണ്ടായത്. സിനിമ പുറത്തിറങ്ങിയ ശേഷം അതിലെ ഡയലോഗുകളും കഥാപാത്രത്തിന്റെ ശൈലികളും ജനജീവിതത്തിന്റെ ഭാഗമായി. നീ പോ മോനെ ദിനേശ എന്ന ഡയലോഗിനെക്കുറിച്ച് മോഹൻലാൽ ഒരു പോഡ്കാസ്റ്റിൽ വിശദീകരിച്ചത് അത് വെറുമൊരു ഉപരിതലപരമായ ശൈലിയല്ലെന്നും ജീവിതത്തെ ഉത്തരവാദിത്തത്തോടെ നേരിടാനുള്ള ധൈര്യമാണ് അത് പകരുന്നത് എന്നുമാണ്. ഈ ജനപ്രിയ ഡയലോഗ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പോലും വലിയ ചർച്ചയായി മാറി. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ട് നീ പോ മോനെ വിജയൻ, നിങ്ങളുടെ സമയം കഴിഞ്ഞു എന്ന് ഇതേ ഡയലോഗ് ഉപയോഗിച്ച് പ്രസംഗിച്ചത് മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യം നേടിയിരുന്നു. ഇതോടൊപ്പം നായകൻ ധരിച്ച നരസിംഹം മുണ്ടുകൾ അക്കാലത്ത് യുവാക്കളുടെ പ്രധാന ട്രെൻഡായി മാറി. MG രാധാകൃഷ്ണന്റെ അതിമനോഹരമായ സംഗീത സംവിധാനവും ഗിരീഷ് പുത്തഞ്ചേരിയുടെ അർത്ഥവത്തായ രചനയും നരസിംഹത്തിലെ ഗാനങ്ങളെ ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠിച്ചു. പശ്ചാത്തല സംഗീതം നിർവഹിച്ച രാജാമണി സിനിമയുടെ മാസ് അന്തരീക്ഷത്തിന് വലിയ ഊർജം നൽകി. സിനിമയുടെ വൻ സാമ്പത്തിക വിജയത്തിനൊപ്പം ഇതിലെ അണിയറ പ്രവർത്തകർക്ക് നിരവധി പുരസ്കാരങ്ങളും ലഭിക്കുകയുണ്ടായി. പ്രധാനമായും വാണിജ്യ സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്ന അവാർഡ് വേദികളിലാണ് ചിത്രം തിളങ്ങിയത്. ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് 2000 നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന് മികച്ച ചിത്രത്തിനുള്ള അവാർഡും ഷാജി കൈലാസിന് മികച്ച സംവിധായകനുള്ള അവാർഡും ലഭിച്ചു. കേരള ഫിലിം ക്രിട്ടിക്സ് ഈ ചിത്രത്തിലൂടെ ഷാജി കൈലാസ് മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള സംവിധായകന്റെ പുരസ്കാരം നേടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.
കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുക.